നമസ്കാരം. എന്തുകൊണ്ടാണ് ചിലർ മാത്രം അസാധാരണമായ വിജയം നേടുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതല്ല കാര്യം. അവർക്ക് ചില പൊതുവായ ശീലങ്ങളും ചില ചിന്താഗതികളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വിജയത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പറയുമ്പോൾ വാരൻ ബഫറ്റിന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എത്രയധികം പഠിക്കുന്നുവോ അത്രയധികം നിങ്ങൾ സമ്പാദിക്കും. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം കൂടും, സമ്പത്തും കൂടും. അപ്പോ വിജയത്തിലേക്കുള്ള ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, ജീവിതകാലം മുഴുവൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ്. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ഒരു ശീലം നോക്കാം. വിജയിച്ച ആളുകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും: അവരൊരിക്കലും പഠനം നിർത്തില്ല. ഇത് വെറുമൊരു ഹോബിയല്ലാട്ടോ, എല്ലാ ദിവസവും കൃത്യമായി ഒരു വ്യായാമം പോലെ ചെയ്യുന്ന ഒന്നാണിത്. സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് അവരെ നമ്മളിൽ പലരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാർ എത്ര സമയമാണ് വായിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതെന്ന്? വാരൻ ബഫറ്റ് ദിവസവും 5 മണിക്കൂറിലധികം. ബിൽഗേറ്റ്സ് ആണെങ്കിലോ ആഴ്ചയിൽ ഒരു പുസ്തകം വെച്ച് വായിച്ചു തീർക്കും. മാർക്ക് ക്യൂബിന്റെ കാര്യം നോക്കിയാൽ ദിവസവും 3 മണിക്കൂർ വായനയാണ്. ഓപ്ര വിൻഫ്രേയ്ക്ക് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? അപ്പോ കണ്ടില്ലേ, നിരന്തരം പഠിക്കുന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന്? ഇപ്പോ ഒരു രസകരമായ ചോദ്യം ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാളായ ബിൽ ഗേറ്റ്സിന് ഏതെങ്കിലും ഒരു സൂപ്പർ പവർ, ഒരു അമാനുഷിക ശക്തി തിരഞ്ഞെടുക്കാൻ ഒരവസരം കിട്ടിയാൽ അദ്ദേഹം എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അദ്ദേഹത്തിന് വേണ്ടതെന്താണെന്നറിയോ? പുസ്തകങ്ങൾ കൂടുതൽ വേഗത്തിൽ വായിക്കാനുള്ള കഴിവ്. അതാണ്. വിജയത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴും അറിവ് നേടാനുള്ള ആ ആഗ്രഹമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോ പഠനമാണ് ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ പഠിക്കാനും വായിക്കാനുമൊക്കെ നമുക്ക് വേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. അതെന്താണ്? നമ്മുടെ സമയം. ഞാനൊരു കാര്യം ചോദിക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 86,400 രൂപ വരുന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ ദിവസത്തിന്റെ അവസാനം, അതായത് രാത്രി 12 മണിക്ക് മുൻപ് ചെലവാക്കാത്ത പൈസ മുഴുവനങ്ങു പോവും. പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഓരോ പൈസയും വിടാതെ ചെലവാക്കൂലേ? 86,400. ഈ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഇത്രയും സെക്കൻഡുകളാണ് ഓരോ ദിവസവും നമുക്കെല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നത്. പണക്കാർക്കോ പാവപ്പെട്ടവർക്കോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. പണമാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് ബുദ്ധിയോടെ ചെലവാക്കും. 1 രൂപ പോലും വെറുതെ കളയില്ല. പക്ഷെ സമയത്തിന്റെ കാര്യത്തിലോ? നമ്മളതൊരു വിലയുമില്ലാത്തതുപോലെ വെറുതെ കളയും. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നഷ്ടപ്പെട്ട പണം നമുക്ക് ചിലപ്പോൾ തിരിച്ചുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷെ നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും ഒരിക്കലും തിരികെ കിട്ടില്ല. അതെ, ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സമയം എന്നേക്കുമായി പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ 86,400 സെക്കൻഡുകളുണ്ടല്ലോ, അത് ഏറ്റവും നന്നായി, ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ വായനയെക്കുറിച്ചും സമയത്തെക്കുറിച്ചും സംസാരിച്ചു. ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച്. നമ്മുടെ ചിന്താഗതി, നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മളിൽ മിക്കവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണിത്. നമ്മൾ വലിയ ആവേശത്തോടെ ഒരു കാര്യം തുടങ്ങും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ചിലപ്പോൾ ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മളതങ്ങ് ഉപേക്ഷിക്കും, അല്ലേ? പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങളെ പരാജയത്തെക്കാൾ കൂടുതൽ ഇല്ലാതാക്കുന്ന അതിനേക്കാൾ വലിയൊരു വില്ലനുണ്ട്. അതാരാണ്? സംശയം. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള സംശയം. എന്നെക്കൊണ്ടിത് പറ്റുമോ എന്ന ആ ഒരൊറ്റ ചിന്തയുണ്ടല്ലോ, അതാണ് നമ്മുടെ സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ എങ്ങനെയാണ് ഈ സംശയത്തെയും പരാജയത്തെയും മറികടക്കുക? അതിനൊരു വഴിയുണ്ട്. ഒന്നാമത്തെ കാര്യം, വീഴ്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുക. അത് സ്വാഭാവികമാണ്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, വീണാൽ അവിടെ തന്നെ കിടക്കാതെ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കുക എന്നതാണ്. മൂന്നാമതായി, ഓരോ വീഴ്ചയിൽ നിന്നും ഒരു പാഠം പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പഴയതിലും ശക്തനും കൂടുതൽ അറിവുള്ളവനുമായി മാറും. ഓർക്കുക, പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. ശരി,
അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിരന്തരമായ പഠനം, സമയത്തിന്റെ വില, പിന്നെ തോൽക്കാത്തൊരു മനസ്സ്. ഇതെല്ലാം ചേർത്തുവെച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. പലരും വിചാരിക്കുന്നത് വിജയമെന്ന് പറഞ്ഞാല് കുറെ പണം, പ്രശസ്തി, വലിയ വീട് ഇതൊക്കെയാണെന്നാണ്. സത്യത്തില് ഇതൊന്നും വിജയമല്ല. ഇതൊക്കെ വിജയത്തിന്റെ ഒരു ഫലം മാത്രമായിരിക്കാം. അപ്പൊ എന്താണ് യഥാർത്ഥ വിജയം? വിജയമെന്നത് മറ്റൊന്നുമല്ല. അത് നമ്മുടെ ഏറ്റവും മികച്ച ഒരു വേർഷനായി മാറാൻ ശ്രമിക്കുന്ന ആ ഒരു യാത്രയാണ്. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള ഒരു ശ്രമം. അതാണ് വിജയം. അപ്പോ എന്റെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല പതിപ്പായി മാറാൻ വേണ്ടി ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ 86,400 സെക്കൻഡുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ പോകുന്നു? വെറുതെ കേട്ടിരിക്കാതെ ഒന്ന് ചിന്തിക്കൂ. എന്നിട്ട് ഇന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങൂ.